കേരള PSCയിലെ ഇന്ത്യ ചരിത്രം അഥവാ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും 500 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരള PSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം. ഉത്തരം 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധി ശിഷ്യയായ മീരാബെന്നിന്റെ യഥാർത്ഥ പേര്. ഉത്തരം മഡ്ലിൻ സ്ലെയ്ഡ്. വീണ വായിക്കുന്നതിൽ തൽപരനായിരുന്ന ഗുപ്ത രാജാവ് സമുദ്രഗുപ്തൻ. സ്വപ്ന വാസവദത്തം, ഊരുംഭകം എന്നിവ രചിച്ചത് ഭാസൻ. അൽബുക്കർക്കിന് ബഡ്കൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയ വിജയനഗര ഭരണാധികാരി കൃഷ്ണദേവരായർ. തെന്നാലി രാമൻ ആരുടെ സദസ്യനായിരുന്നു? ഉത്തരം കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ ഭരണാധികാരി ബാബർ. കൃഷ്ണദേവരായരുടെ ഭരണകാലം 1509 മുതൽ 29 വരെ. മൊണ്ടേഗു ചംസ്ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം 1919. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നതെവിടെയാണ്? ഉത്തരം ലാഹോർ. INA-യുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. വെല്ലസ്ലി പ്രഭുവിന്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ്. വൊഡയാർ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നത് മൈസൂർ. ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് അബ്ബാസ് തയാബ്ജി. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ആദ്യ സമരം അഹമ്മദാബാദ് മിൽ സമരം. കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. ദശകുമാര ചരിത്രം, കാവ്യദർശനം എന്നീ കൃതികൾ രചിച്ചത് ദണ്ഡി. ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി വിജയനഗരം സന്ദർശിച്ചപ്പോൾ രാജാവായിരുന്നത് ദേവരായ ഒന്നാമൻ. വിജയനഗരത്തിലെ ഏത് ഭരണാധികാരിയുടെ കാലത്താണ് പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ് സന്ദർശനം നടത്തിയത്? ഉത്തരം ദേവരായ രണ്ടാമൻ. ആമുക്തമാല്യത എന്ന സാഹിത്യകൃതി തെലുങ്കിൽ രചിച്ചത് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ ആസ്ഥാന കവി പെദ്ധന. കൊൽക്കത്ത പട്ടണത്തിന്റെ സ്ഥാപകൻ ജോബ് ചോർണോക്ക്. സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം വാരാണസി. സെന്റ് ജോർജ് കോട്ട എവിടെയാണ്? ഉത്തരം ചെന്നൈയിൽ. സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ടാഗോർ ജനിച്ചത് 1861. ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിന് കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കാമസൂത്രം രചിച്ചത് വാത്സ്യായനൻ. ഗുപ്തവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ. മൃച്ഛകടികം രചിച്ചത് ശൂദ്രകൻ. വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധം 1565 തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് രാമരായ. തളിക്കോട്ട യുദ്ധത്തിനു ശേഷം വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി സീസർ ഫ്രെഡറിക്. ഏത് വിജയനഗര രാജാവിന്റെ കാലത്തെക്കുറിച്ചാണ് ഇബ്നു ബത്തൂത്ത തന്റെ രഹല എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്? ഉത്തരം ഹരിഹരൻ ഒന്നാമൻ. ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ്. ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി? ഉത്തരം നെപ്പോളിയൻ. ദേവി ചന്ദ്രഗുപ്തം, മുദ്ര രാക്ഷസം എന്നിവ രചിച്ചത് വിശാഖദത്തൻ. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർ രാജ്യങ്ങൾ? ഉത്തരം അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട, ബിദാർ. മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ്? ഉത്തരം JB കൃപലാനി. മൈസൂർ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇൻവിൻ. ഹൂണ വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ മഹിരകുലൻ. സിഖുകാരുടെ 5 അടിസ്ഥാന സംഗതികൾ: കേശം, കങ്ക, കച്ച, കര, കൃപാൺ. സിഖ് മതക്കാരുടെ ആരാധനാലയം ഗുരുദ്വാര. സിഖ് മതത്തിന്റെ രണ്ടാമത്തെ ഗുരു അങ്കദ്. വൈക്കം വീരർ എന്നറിയപ്പെട്ടത് EV രാമസ്വാമി നായ്ക്കർ. വൈസ് ചാൻസലർ പദം വഹിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഗുരുദാസ് ബാനർജി. വൈസ് റീഗൽ ലോഡ്ജ് എവിടെയായിരുന്നു? ഉത്തരം ഷിംല. നളന്ദ സർവകലാശാല പുതുക്കി പണിത പുഷ്യഭൂതി വംശത്തിലെ ചക്രവർത്തി ഹർഷവർദ്ധനൻ. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഹർഷൻ. ഹർഷൻ ഇഹലോകവാസം വെടിഞ്ഞ വർഷം AD 647. ഗുരു അംഗദിന്റെ യഥാർത്ഥ പേര് ലഹ്ന.
ഗുരുമുഖി ലിപി നടപ്പിലാക്കിയ സിഖ് ഗുരു അംഗദ്. അമൃത്സർ സ്ഥാപിച്ച സിഖ് ഗുരു രാംദാസ്. അമൃത്സറിന്റെ പഴയ പേര് രാംദാസ്പൂർ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധ സമരത്തിനടിയിലേറ്റ ലാത്തിയടികൾ ഏത് നേതാവിനാണ് മരണകാരണമായത്? ഉത്തരം ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് യൂണിയൻ സ്ഥാപിച്ചത് 1917. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം 1920. ശിലാദിത്യൻ എന്ന പേരുമായി ബന്ധപ്പെട്ട രാജാവ് ഹർഷൻ. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഹ്യുയാൻ സാങ്. ഏത് സിഖ് ഗുരുവിന് ശേഷമാണ് ഗുരുപദം പൈതൃക രീതിയിലായി മാറിയത്? ഉത്തരം രാംദാസ്. വധിക്കപ്പെട്ട ആദ്യത്തെ സിഖ് ഗുരു അർജുൻ ദേവ്. അമൃത്സർ സ്ഥാപിക്കാനുള്ള സ്ഥലം നൽകിയ മുഗൾ ചക്രവർത്തി അക്ബർ. ആദ്യ ഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു അർജുൻ ദേവ്. ദൈവത്തിന്റെ അവതാരമെന്നും ലോകത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ട. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ചിത്തരഞ്ജൻ ദാസ്. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെന്റിക്. പോണ്ടിച്ചേരി സ്ഥാപിച്ചത് ഫ്രാൻസിസ് മാർട്ടിൻ. സിയൂക്കി രചിച്ചത് ഹ്യുയാൻ സാങ്. പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം മഹാബലിപുരം. പല്ലവ വംശം സ്ഥാപിച്ചത് സിംഹവിഷ്ണു. അകാൽ തഖ്ത് സ്ഥാപിക്കുകയും അമൃത്സറിന് ചുറ്റും കോട്ട കെട്ടുകയും ചെയ്ത സിഖ് ഗുരു ഹർഗോവിന്ദ്. സിഖുകാരെ യോദ്ധാക്കളുടെ സമുദായമാക്കി വളർത്തിയ ഗുരു ഹർഗോവിന്ദ്. ഏറ്റവും കുറച്ചു കാലം സിഖ് ഗുരുവായിരുന്നത് ഹർകിഷൻ. ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു തേജ് ബഹാദൂർ. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ ലിട്ടൻ പ്രഭു. ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ്. പല്ലവന്മാരുടെ തലസ്ഥാനം കാഞ്ചീപുരം. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര. ഏത് വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവാണ് പുലികേശി രണ്ടാമൻ? ഉത്തരം ചാലൂക്യ. അവസാനത്തെ സിഖ് ഗുരു ഗോവിന്ദ് സിംഗ്. തനിക്കു ശേഷം ആരെ ഗുരുവായി കണക്കാക്കാനാണ് ഗോവിന്ദ് സിംഗ് നിർദ്ദേശിച്ചത്? ഉത്തരം ആദി ഗ്രന്ഥത്തെ. സിഖുകാർ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ആരാധനാലയം അമൃത്സറിലെ സുവർണക്ഷേത്രം. സുവർണക്ഷേത്രത്തിന്റെ മറ്റൊരു പേര് ഹർമന്ദിർ സാഹിബ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ വർഷം 1917. മേയോ പ്രഭു ആദ്യ സെൻസസ് തയ്യാറാക്കിയ വർഷം 1872. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് മിർ ജാഫർ. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാരൻ ഹേസ്റ്റിംഗ്സ്. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. ശതവാഹന വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ഗൗതമിപുത്ര ശതകർണി. സിഖ് മതത്തിലെ ആകെ ഗുരുക്കന്മാർ 10. ആദി ഗ്രന്ഥത്തിന്റെ മറ്റൊരു പേര് ഗുരുഗ്രന്ഥ സാഹിബ്. ഏറ്റവും പ്രബലനായ സിഖ് ഭരണാധികാരി രഞ്ജിത് സിംഗ്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതാരെ? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. വോയിസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത് ദാദാഭായ് നവറോജി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ് സരസ്വതി. ശതവാഹനന്മാരുടെ തലസ്ഥാനം പ്രതിഷ്ഠാനം. പുരാണങ്ങളിൽ അന്ത്രജന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ശതവാഹനന്മാർ. സംഘകാല കവിയത്രികളിൽ ഏറ്റവും പ്രശസ്ത ഔവയാർ. രഞ്ജിത് സിംഗിന്റെ തലസ്ഥാനം ലാഹോർ. മറാഠികളെ മൂന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ തോൽപ്പിച്ച അഹമ്മദ് ഷാ അബ്ദാലി ആരെയാണ് മുഗൾ ചക്രവർത്തിയായി നാമനിർദ്ദേശം ചെയ്തത്? ഉത്തരം ഷാ ആലം രണ്ടാമനെ. ഔറംഗസീബിനെ നശിപ്പിച്ച ഡെക്കാൻ അൾസർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മറാത്തർ. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ഉയർന്നു വന്ന പ്രവിശ്യകളിൽ ഏറ്റവും പ്രബല ശക്തി മറാഠികൾ. കോൺഗ്രസുമായി പൂനെ ഉടമ്പടിയിൽ ഏർപ്പെട്ട നേതാവ് BR അംബേദ്കർ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വിദേശ വനിത നെല്ലി സെൻഗുപ്ത. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. വോയിസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത് ദാദാഭായ് നവറോജി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ് സരസ്വതി. ശതവാഹനന്മാരുടെ തലസ്ഥാനം പ്രതിഷ്ഠാനം.
പുരാണങ്ങളിൽ അന്ത്രജന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ശതവാഹനന്മാർ. സംഘകാല കവിയത്രികളിൽ ഏറ്റവും പ്രശസ്ത ഔവയാർ. രഞ്ജിത് സിംഗിന്റെ തലസ്ഥാനം ലാഹോർ. മറാഠികളെ മൂന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ തോൽപ്പിച്ച അഹമ്മദ് ഷാ അബ്ദാലി ആരെയാണ് മുഗൾ ചക്രവർത്തിയായി നാമനിർദ്ദേശം ചെയ്തത്? ഉത്തരം ഷാ ആലം രണ്ടാമനെ. ഔറംഗസീബിനെ നശിപ്പിച്ച ഡെക്കാൻ അൾസർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മറാത്തർ. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ഉയർന്നു വന്ന പ്രവിശ്യകളിൽ ഏറ്റവും പ്രബല ശക്തി മറാഠികൾ. കോൺഗ്രസുമായി പൂനെ ഉടമ്പടിയിൽ ഏർപ്പെട്ട നേതാവ് BR അംബേദ്കർ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വിദേശ വനിത നെല്ലി സെൻഗുപ്ത. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. സംഘകാല ചോളന്മാരുടെ ചിഹ്നം കടുവ. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയത്രി ഔവയാർ. സംഘകാലത്തെ രാജവംശങ്ങളിൽ മികച്ച നാവികസേനയെ നിലനിർത്തിയിരുന്നത് ചോളന്മാർ. ശിവജി അന്തരിച്ച വർഷം 1680. ജ്യോതിബ ഫൂലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ BR അംബേദ്കർ. ദേവസമാജത്തിന്റെ സ്ഥാപകൻ ശിവനാരായൺ അഗ്നിഹോത്രി. ദേശബന്ധു എന്നറിയപ്പെട്ടത് CR ദാസ്. സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥം തോൽക്കാപ്പിയം. സംഘകാല ചോളന്മാരുടെ പ്രധാന തുറമുഖം മുസിരിസ്. ശിവജി തലസ്ഥാനമാക്കിയ നഗരം രാജ്ഗഡ്. ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി വേദാരണ്യം കടപ്പുറം. തമിഴ്നാട്ടിൽ C രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി G രാമചന്ദ്രൻ. ശ്രീലങ്ക കീഴടക്കിയ ആദ്യ ചോള രാജാവ് ഇലാര. കാർലയിലുള്ള പ്രശസ്തമായ ചൈത്യം നിർമ്മിച്ചത് ഏത് വംശക്കാരുടെ കാലത്താണ്? ഉത്തരം ശതവാഹനന്മാർ. ശിവജി ആഗ്രയിൽ മുഗൾ രാജധാനി സന്ദർശിച്ച വർഷം 1666. ശിവജിയുടെ പിൻഗാമി സാംഭാജി. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. സംഘകാല ചോളന്മാരുടെ ചിഹ്നം കടുവ. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയത്രി ഔവയാർ. സംഘകാലത്തെ രാജവംശങ്ങളിൽ മികച്ച നാവികസേനയെ നിലനിർത്തിയിരുന്നത് ചോളന്മാർ. ശിവജി അന്തരിച്ച വർഷം 1680. ജ്യോതിബ ഫൂലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ BR അംബേദ്കർ. ദേവസമാജത്തിന്റെ സ്ഥാപകൻ ശിവനാരായൺ അഗ്നിഹോത്രി. ദേശബന്ധു എന്നറിയപ്പെട്ടത് CR ദാസ്. സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥം തോൽക്കാപ്പിയം. സംഘകാല ചോളന്മാരുടെ പ്രധാന തുറമുഖം മുസിരിസ്. ശിവജി തലസ്ഥാനമാക്കിയ നഗരം രാജ്ഗഡ്. ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി വേദാരണ്യം കടപ്പുറം. തമിഴ്നാട്ടിൽ C രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി G രാമചന്ദ്രൻ. ശ്രീലങ്ക കീഴടക്കിയ ആദ്യ ചോള രാജാവ് ഇലാര. കാർലയിലുള്ള പ്രശസ്തമായ ചൈത്യം നിർമ്മിച്ചത് ഏത് വംശക്കാരുടെ കാലത്താണ്? ഉത്തരം ശതവാഹനന്മാർ. ശിവജി ആഗ്രയിൽ മുഗൾ രാജധാനി സന്ദർശിച്ച വർഷം 1666. ശിവജിയുടെ പിൻഗാമി സാംഭാജി. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ശിവജി. മറാത്ത വംശമായ ഹോൾക്കർ എവിടെയാണ് ഭരിച്ചത്? ഉത്തരം ഇൻഡോർ. മറാത്ത വംശമായ ബോൺസലെ എവിടെയാണ് ഭരിച്ചത്? ഉത്തരം നാഗ്പൂർ. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ശതവാഹന രാജാവ് ശതകർണി രണ്ടാമൻ. ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനി ചെങ്കുട്ടുവാൻ. ഏത് മുഗൾ ചക്രവർത്തിയാണ് സാംഭാജിയെ വധിച്ചത്? ഉത്തരം ഔറംഗസീബ്. സാംഭാജിയുടെ പിൻഗാമി രാജാറാം. മറാത്തരെ നയിച്ച വനിത താരാഭായ്. ആദ്യത്തെ പേഷ്വ ഭരണാധികാരി ലാജി വിശ്വനാഥ്. ദ ബംഗാളി എന്ന പത്രം 1879 ആരംഭിച്ചതാര്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. ദീനബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് CF ആൻഡ്രൂസ്. ദണ്ഡിയാത്ര നടന്ന വർഷം 1930. ദണ്ഡിയാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനം രഘുപതി രാഘവ രാജാറാം. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് മുഹമ്മദ് അലി ജിന്ന. ചോളരാജ്യത്തെ പ്രധാന നദിയായിരുന്നത് കാവേരി. വാഗാടക വംശം സ്ഥാപിച്ചത് വിന്ധ്യാശക്തി.
അവസാനത്തെ പേഷ്വ ഭരണാധികാരി ബാജിറാവു രണ്ടാമൻ. പേഷ്വമാരിൽ ഏറ്റവും പ്രഗത്ഭൻ ബാജിറാവു ഒന്നാമൻ. പേഷ്വമാരിൽ ഏറ്റവും ദുർബലൻ ബാജിറാവു രണ്ടാമൻ. പേഷ്വ വംശത്തിലെ ആകെ എത്ര ഭരണാധികാരികൾ? ഉത്തരം 7. പേഷ്വാന്മാരുടെ ഭരണകേന്ദ്രം പൂന. ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ മണ്ണിൽ വെച്ച് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം കാൺപൂർ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ചെന്നൈ. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെട്ടത് അമോഘവർഷൻ. തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവർ. ശിവജിയും മുഗളരും പുരന്ദർ സന്ധി ഒപ്പിട്ട വർഷം 1665. ശിവജിയുടെ അവസാനത്തെ സൈനിക പര്യടനം കർണാടക. മറാത്ത വംശമായ ഗെയ്ക്വാദ് എവിടെയാണ് ഭരിച്ചത്? ഉത്തരം ബറോഡ. ഖജുരാഹോ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചന്ദേലന്മാർ. ജോധ്പൂർ കൊട്ടാരത്തിൽ വെച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് അന്തരിച്ചത് ദയാനന്ദ സരസ്വതി. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്ക് നിർമ്മിക്കപ്പെട്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ഇന്ത്യൻ സന്ദർശന സമയത്തെ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. കോവലന്റെയും കണ്ണകിയുടെയും പ്രണയം പ്രതിപാദ്യമായ കൃതി ചിലപ്പതികാരം. പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തിയ പല്ലവ രാജാവ് നരസിംഹവർമ്മൻ. ചാലുക്യ വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ പുലികേശി രണ്ടാമൻ. ചന്ദേലന്മാർ ഭരിച്ചിരുന്ന രാജ്യം ബുന്ദേൽഖണ്ഡ്. ഖജുരാഹോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മതങ്ങൾ. ഉത്തരം ജൈനമതവും ശൈവമതവും. കഥസരി സാഗരം രചിച്ചത് സോമദേവൻ. രാജാ തരംഗിണി രചിച്ചത് കൽഹണൻ. ദേശായക് എന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ദേശീയ പതാകയുടെ ഇന്നത്തെ രൂപം അംഗീകരിച്ച തീയതി 1947 ജൂലൈ 22. ഡൽഹി ദർബാർ നടന്ന വർഷം 1911. ജ്ഞാനപ്രകാശം എന്ന പത്രം നടത്തിയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ചാലൂക്യ വംശം സ്ഥാപിച്ചത് ജയസിംഹൻ. ചാലൂക്യന്മാരുടെ തലസ്ഥാനം വാതാബി. സ്പദശതകം രചിച്ച ശതവാഹന രാജാവ് ഹാലൻ. വിക്രമാംഗ ദേവ ചരിത്രം രചിച്ചത് ബൽഹണൻ. ഗീതാ ഗോവിന്ദം രചിച്ചത് ജയദേവൻ. എവിടുത്തെ ചരിത്രത്തെ പറ്റിയാണ് രാജാ തരംഗിണിയിൽ പ്രതിപാദിക്കുന്നത്? ഉത്തരം കാശ്മീർ. ഡൽഹിയിലെ തോമാര വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് മാഹിപാലൻ. കാശ്മീരിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സൈനുലാബ്ദീൻ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1907. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജോഹന്നാസ്ബർഗ്. താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയ വർഷം 1910. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ്. തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് അബ്ദുൽ കലാം ആസാദ്. കവിരാജമാർഗം രചിച്ചത് അമോഘവർഷൻ. ഐഹോൾ ശാസനത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാവ് പുലികേശി രണ്ടാമൻ. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ രവികീർത്തി. ജൗൻപൂരിലെ ഷാർക്കി വംശം സ്ഥാപിച്ചത് മാലിക് സർവാർ. ഷാർക്കി വംശത്തിലെ ഏറ്റവും മഹാൻ ഷംസുദ്ദീൻ ഇബ്രാഹിം. മാൾവയിൽ ഖിൽജി വംശം സ്ഥാപിച്ചത് മെഹ്മൂദ് ഖാൻ. മാൾവയുടെ മേൽ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്ക് ചിറ്റോറിൽ വിജയസ്തംഭം നിർമ്മിച്ചത് കുംഭറാൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ആധുനിക സർവകലാശാല മദ്രാസ് സർവകലാശാല. ദയാനന്ദ സരസ്വതി ആദ്യ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1875. ദയാനന്ദ സരസ്വതിയുടെ പഴയ പേര് മുൽശങ്കർ. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികൾ. രാഷ്ട്രകൂട വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ നരസിംഹവർമ്മൻ ഒന്നാമൻ. രാഷ്ട്രകൂട വംശം സ്ഥാപിച്ചത് ദന്തിദുർഗൻ. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആനന്ദവർമ്മൻ ചോഡകം. ഖാൻദേശിൽ 1338 ഫറൂഖി വംശം സ്ഥാപിച്ചത് മാലിക് രാജ. ഗുജറാത്തിൽ ജസിയ ഏർപ്പെടുത്തിയ ഏക ഭരണാധികാരി അഹമ്മദ് ഷാ ഒന്നാമൻ. മുഗൾ മേൽക്കോയ്മ അംഗീകരിച്ച ആദ്യത്തെ രാജപുത്ര രാജ്യം ആംബർ. മുഗൾ ഭരണത്തിന്റെ തകർച്ചയോടെ ബംഗാളിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിച്ചത് മുർഷിദ് കുലി ഖാൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ. സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദർ പാർട്ടിക്ക് രൂപം നൽകിയത് ലാല ഹർദയാൽ. സാവിത്രി രചിച്ചത് അരവിന്ദ് ഘോഷ്. കിരാതാർജുനീയം രചിച്ചത് ഭാരവി. ആരുടെ സദസ്യനായിരുന്നു ഭാരവി? ഉത്തരം സിംഹവിഷ്ണു. ആരുടെ സദസ്യനായിരുന്നു രവികീർത്തി? ഉത്തരം പുലികേശി രണ്ടാമൻ. ജാട്ട് ഭരണാധികാരിയിൽ ഏറ്റവും ശക്തൻ സൂരജ്മൽ. ജാട്ടുകളുടെ പ്ലേറ്റോ എന്നറിയപ്പെട്ടത് സൂരജ്മൽ.
കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണി കഴിപ്പിച്ചത് പൂർവ്വ ഗംഗാ വംശത്തിലെ നരസിംഹദേവൻ. രണ്ടാം ചോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ വിജയാലൻ. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി രചിച്ചത് ലൂയി ഫിഷർ. ലൈഫ് ഡിവൈൻ രചിച്ചത് അരവിന്ദ് ഘോഷ്. വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ബാംഗ്ലൂർ. മണിമേഖല രചിച്ചത് സത്തനാർ. ആരുടെ സദസ്യനായിരുന്നു ദണ്ഡി? ഉത്തരം നരസിംഹവർമ്മൻ. നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനി. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത് രാജേന്ദ്രൻ ഒന്നാമൻ. ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതി കൈസർ ഇ ഹിന്ദ്. ബോംബെക്ക് മുമ്പ് പശ്ചിമ തീരത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാന താവളമായിരുന്ന നഗരം സൂറത്ത്. നീതിസാരം, വൈരാഗ്യ ശതകം എന്നിവ രചിച്ചത് ഭർതൃഹരി. പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ. പാണിനി ഏതു നിലയിലായിരുന്നു പ്രശസ്തൻ? ഉത്തരം സംസ്കൃത വൈയാകരണൻ. വെങ്ങി തലസ്ഥാനമാക്കി പൂർവ്വ ചാലൂക്യ വംശം സ്ഥാപിച്ചത് കുബ്ജ് വിഷ്ണുവർദ്ധൻ. കല്യാണിൽ AD 973 പശ്ചിമ ചാലൂക്യ വംശം സ്ഥാപിച്ചത് തൈല. പശ്ചിമ ചാലൂക്യ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് വിക്രമാദിത്യ രണ്ടാമൻ. ഗാന്ധിജിയുടെ മുത്തച്ഛൻ ഉത്തംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായി. പ്യാരേലാൽ. ബ്രോക്കൺ വിങ്സ് രചിച്ചത് സരോജിനി നായിഡു. റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ലോകമാന്യ എന്നറിയപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലക്. വിക്രംശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ. മത്തവിലാസം രചിച്ചത് മഹേന്ദ്രവർമ്മൻ. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് രാജരാജൻ ഒന്നാമൻ. ഗംഗൈ കൊണ്ട ചോളപുരത്ത് ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് രാജേന്ദ്ര ചോളൻ. ചിദംബരത്തെ നടരാജ വിഗ്രഹം നിർമ്മിച്ചത് ചോളന്മാർ. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. അമിത്രഘാത എന്നറിയപ്പെട്ട മൗര്യ ഭരണാധികാരി ബിന്ദുസാരൻ. അർത്ഥശാസ്ത്രം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം രാഷ്ട്രതന്ത്രം. ഹോയ്സാലന്മാരുടെ തലസ്ഥാനം ദ്വാരസമുദ്രം. ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം 1117 പണി കഴിപ്പിച്ചത് ഹൊയ്സാല വംശത്തിലെ വിഷ്ണുവർദ്ധൻ. യാദവ വംശത്തിലെ തലസ്ഥാനം ദേവഗിരി. ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ഗോപാൽ ഹരി ദേശ്മുഖ്. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ്. അവസാനത്തെ സുംഘരാജാവ് ദേവഭൂതി. അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഭടാനന്ദൻ. കദംബ വംശം സ്ഥാപിച്ചത് മയൂരവർമ്മൻ. അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ചത് അഹമ്മദ് ഷാ. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് A.O. ഹ്യൂം. കോൺഗ്രസ് സമ്മേളനം നടന്ന ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി. മഹാവിഭാഷം രചിച്ചത് വസുമിത്രൻ. കാകതീയ വംശത്തിന്റെ തലസ്ഥാനം വാറങ്കൽ. സേഫ്റ്റി വാൽവ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ഡഫറിൻ പ്രഭു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്റ്. ആരുടെ ആസ്ഥാന കവിയായിരുന്നു ഭവഭൂതി? കനൌജിലെ യശോവർമ്മൻ. ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്കുകാർ. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഇന്ത്യയിലെ ആദ്യത്തെ വൈയാകരണൻ പാണിനി. രാജതരംഗിണി രചിച്ചത് കൽഹണൻ. വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498. പോണ്ടിച്ചേരി സ്ഥാപിച്ചത് ഫ്രാൻസിസ് മാർട്ടിൻ. സൂറത്തിൽ ആദ്യത്തെ ഫ്രഞ്ച് ഫാക്ടറി സ്ഥാപിതമായ വർഷം 1668. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? ഉത്തരം സരോജിനി നായിഡു. ഗോവാലിയ ടാങ്ക് ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു MG റാനഡെ. രാജതരംഗിണിയിൽ എവിടുത്തെ രാജാക്കന്മാരുടെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം കാശ്മീർ. ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തി ശിവൻ. ശിശുപാല വധം രചിച്ചത് മാഘൻ. കുമാരപാല ചരിതം രചിച്ചത് ജയസിംഹൻ. അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം മസൂലി പട്ടണം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം കൊച്ചി. ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1912. ജവഹർലാൽ നെഹ്റു 1923 ചെയർമാനായ മുനിസിപ്പാലിറ്റി അലഹാബാദ്. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? ഉത്തരം നവജീവൻ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടവർ രാജഗുരു സുഖദേവ്.
ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ നിയമം 1909. സേനവംശത്തിലെ ആദ്യ ഭരണാധികാരി വിജയസേനൻ. ജൈന പണ്ഡിതനായ ഹേമചന്ദ്രൻ ആരുടെ സദസ്യനായിരുന്നു? ഉത്തരം ജയസിംഹ സിദ്ധരാജ. സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1927. പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെട്ടത് ഹേമചന്ദ്രൻ. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം. ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്റർ ഗാന്ധിജി. ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ. ജവഹർലാൽ നെഹ്റു ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയെ ആദ്യമായി കണ്ട വർഷം 1916. ജവഹർലാൽ നെഹ്റു കമല കൗളിനെ വിവാഹം ചെയ്തത് 1916 ഫെബ്രുവരി 16. വലത്തു നിന്നും ഇടത്തോട്ട് എഴുതിയിരുന്ന പ്രാചീന ഭാരതത്തിലെ ലിപി ഖരോഷ്ടി. ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ. ഉത്തരം ഡൽഹൌസി. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ ഹേ റാം. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ. ഏത് സ്ഥലത്തെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത്? ഉത്തരം സാരാനാഥ്. കപ്പൽ മാർഗം 6 പ്രാവശ്യം ഇന്ത്യയിൽ വരികയും ഷാജഹാന്റെയും ഔറംഗസീബിന്റെയും കാലത്തെപ്പറ്റി വിവരിച്ചെഴുതുകയും ചെയ്ത ഫ്രഞ്ചുകാരൻ ജീവ് ബാപ്റ്റിസ്റ്റ് ടവേനിയർ. ദാരയുടെ പീരങ്കിപ്പടയിൽ സേവനമനുഷ്ഠിച്ച ഇറ്റലിക്കാരൻ നിക്കോളോ മനുച്ചി. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം. വിപ്ലവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അരവിന്ദ് ഘോഷ് സന്യാസ ജീവിതം നയിച്ചത് എവിടെയാണ്? ഉത്തരം പുതുച്ചേരി. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ്. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് 5. 17 തവണ ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി മെഹ്മൂദ് ഗസ്നി. ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് നിന്നാണ് സതി എന്ന ആചാരം സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള തെളിവ് ലഭിച്ചത്? ഉത്തരം ഏറാൻ. ഇന്ത്യയിൽ വന്ന് അത്യാഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് 5. ശിവജിയുടെ മുഖ്യ സജീവൻ പേഷ്വാ. ശിവജി നടപ്പിലാക്കിയ പ്രധാന നികുതികൾ ചൗദ്, സർദേശ് മുഖി. ഡിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ ജി രാമചന്ദ്രൻ. തക്ഷകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയത് ആരുടെ കാലത്താണ്? ഉത്തരം കോൺവാലിസ്. ജൈനമത ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പൂർവങ്ങൾ എത്രയെണ്ണമാണ്? ഉത്തരം 14. ജൈനമതത്തിലെ പഞ്ചധർമ്മങ്ങൾ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ആഗ്രയിലെ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാൻ. ബാമിനി വംശത്തിന്റെയും വിജയനഗരത്തിന്റെയും പ്രധാന തർക്കവിഷയമായിരുന്ന പ്രദേശം റെയ്ച്ചർ ദോബ്. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച വിജയനഗര രാജാവ് തിരുമല നായക്. ശതവാഹന വംശം സ്ഥാപിച്ചത് സിമുഖൻ. ഏത് സിഖ് ഗുരുവാണ് പഹുൽ സമ്പ്രദായം നടപ്പിലാക്കിയത്? ഉത്തരം ഗോബിന്ദ് സിംഗ്. ഖൽസ 1699 സ്ഥാപിച്ചത് ഗോബിന്ദ് സിംഗ്. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട വർഷം 1799. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്നത് ശ്രീരംഗപട്ടണം. ഏത് രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ? ഉത്തരം ഹർഷൻ. നർമ്മദയുടെ തീരത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ് പുലികേശി 2. സിഖുകാരുടെ ആദ്യ ഗുരുവായ നാനാക്ക് ജനിച്ച ഗ്രാമം തൽവന്തി. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി. പഞ്ചസിദ്ധാന്തിക, ബൃഹത് സംഹിത എന്നിവ രചിച്ചത് വാരാഹമിഹിരൻ. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഹംപി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. സംഘകാലത്തെ രാജവംശങ്ങളിൽ ഏതിനെക്കുറിച്ചാണ് മെഗസ്തനീസ് ആദ്യം പരാമർശിച്ചത്? ഉത്തരം പാണ്ഡ്യ. ഏത് മുഗൾ ചക്രവർത്തിയാണ് ശിവജിയെ തടവുകാരനാക്കിയത്? ഉത്തരം ഔറംഗസീബ്. ശിവജി ഛത്രപതിയായ വർഷം 1674. അച്യുതദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ചപ്പോൾ പോർച്ചുഗീസുകാരനായ കുതിര വ്യാപാരി. ഉത്തരം ഫെർണാവോ ന്യൂനിസ്. ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ഷാജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിന്റെ രാജാവ്. ബാമിനി രാജ്യത്തിലെ ആദ്യ സുൽത്താനായ ഹസൻ ഗംഗു കിരീടധാരണം നടത്തിയപ്പോൾ സ്വീകരിച്ച പേര് അലാവുദ്ദീൻ ബഹൻ ഷാ.
ക്വിറ്റ് ഇന്ത്യ സമര വിളംബരം നടന്ന മൈതാനം ബോംബെയിലെ ഗോവാലിയ ടാങ്ക്, ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ രൂപവൽക്കരിച്ച ദേശീയാസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ബിദാറിലെ ബരീദ് ഷാഹി വംശം സ്ഥാപിച്ചത് അമീർ അലി ബാരിദ്. ഹൈദരാബാദിലെ ചാർമിനാർ നിർമ്മിച്ചത് കുലി കുതുബ് ഷാ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകൻ ഹരിഹരനും ബുക്കനും. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ആവലാതി ചെങ്ങല നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ഷാജഹാൻ. എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. എ.ബി. വാജ്പേയി ജനിച്ച സ്ഥലം ഗോളിയോർ. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ: ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ. മഹമ്മൂദ് ഗസ്നിയുടെ ആസ്ഥാന കവി ഫിർദൌസി. അക്ബറിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിഗ്വിജയം അസീർഗഡ്. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നത് അടയാർ. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത കൊർണേലിയ സോറ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ വില്യം ബെന്റിക്. ചന്ദ്വാറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയ കനൌജിലെ രാജാവ് ജയചന്ദ്ര. നാളന്ദ സർവകലാശാല തകർത്തത് ബക്തിയാർ ഖൽജി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെട്ടത് കഴ്സൺ പ്രഭു. 1857 കലാപകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര്? ഉത്തരം ബീഗം ഹസ്രത് മഹൽ. സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ബി.ആർ. അംബേദ്കർ. സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സാമ്രാജ്യത്തിന്റെ അതിർത്തി മധ്യേഷ്യ വരെ വ്യാപിപ്പിച്ച ഇന്ത്യൻ ഭരണാധികാരി കനിഷ്കൻ. 1864 ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായ നഗരം ഷിംല. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയ വർഷം 1658. കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന സർ സ്റ്റാൻലി ജാക്സനെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ബീണ ദാസ്. കസ്തൂർബ ഗാന്ധി അന്തരിച്ച കൊട്ടാരം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം. രണ്ടാം അലക്സാണ്ടർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ദമത്രിയസ്. രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കനിഷ്കൻ. ഷേർഷാ ചൗസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വർഷം 1539. ഷേർഷാ കനൌജ് യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വർഷം 1540. ഷാജഹാൻ അന്തരിച്ച വർഷം 1666. എത്ര വർഷമാണ് ഷാജഹാൻ തടവിൽ കിടന്നത്? ഉത്തരം 8. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. ചിത്രരചനയിൽ തൽപരനായിരുന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സേനാപതി പുഷ്യമിത്ര സുംഘനാൽ കൊല്ലപ്പെട്ട അവസാനത്തെ മൗര്യ രാജാവ് ബൃഹദ്രഥൻ. 9ാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹാദൂറിനെ വധിച്ചത് ഔറംഗസീബ്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ക്ലാസിക്കൽ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ കൃതികൾ രചിക്കപ്പെട്ടത്? ഉത്തരം ഔറംഗസീബ്. ചെങ്കോട്ട, ദിവാൻ ഇഖസ്, ഡൽഹിയിലെ ജമാ മസ്ജിദ്, മോട്ടി മസ്ജിദ് എന്നിവ നിർമ്മിച്ചത് ഷാജഹാൻ. ഏത് മുഗൾ രാജകുമാരനാണ് ഭഗവത്ഗീത പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത്? ഉത്തരം ദാരാ ഷുക്കോ. ഏത് വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? ഉത്തരം 1934. ഏത് നേതാവുമായിട്ടാണ് കോൺഗ്രസ് പുനഃസന്ധിയിൽ ഏർപ്പെട്ടത്? ഉത്തരം ബി.ആർ. അംബേദ്കർ. ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നേതൃത്വം യുവതലമുറക്ക് കൈമാറിയത്? ഉത്തരം ലാഹോർ. വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി മേയോ പ്രഭു. മുഗൾ ശില്പ വിദ്യയിൽ നിർമ്മിച്ച ഏറ്റവും ഉത്കൃഷ്ടമായ മന്ദിരം താജ്മഹൽ. എഡ്വിൻ ലുഡ്യൻസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. വട്ടമേശ സമ്മേളന കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡ്. യംഡൻ എന്ന മുങ്ങിക്കപ്പൽ ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? ഉത്തരം ജർമ്മനി. ഇന്ത്യയെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ച ബ്രിട്ടീഷ് നിയമജ്ഞൻ സിറിൽ റാഡ്ക്ലിഫ്. ജൈനമതത്തെ തെക്കേ ഇന്ത്യയിലേക്ക് പ്രചരിപ്പിച്ചത് ഭദ്രബാഹു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ച ബ്രിട്ടീഷ് നിയമജ്ഞൻ സിറിൽ റാഡ്ക്ലിഫ്. ജൈനമതത്തെ തെക്കേ ഇന്ത്യയിലേക്ക് പ്രചരിപ്പിച്ചത് ഭദ്രബാഹു. ഏത് മുഗൾ ചക്രവർത്തിയാണ് ചാക് വംശജരിൽ നിന്ന് 1586 കാശ്മീർ മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തത്? ഉത്തരം അക്ബർ. റാണ പ്രതാപിന്റെ കുതിര ചേതക്.
ജഹാംഗീർ അന്തരിച്ച വർഷം 1627. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ആരംഭിച്ചത്? ഉത്തരം ഡൽഹൌസി. ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭൻ. ജഹാംഗീറിന്റെ ശവകുടീരം എവിടെയാണ്? ഉത്തരം ലാഹോർ. ജഹാംഗീറിന്റെ ശവകുടീരം പണി കഴിപ്പിച്ചത് ഷാജഹാൻ. ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദം ബാരിസ്റ്റർ അറ്റ്ല. ഇംഗ്ലണ്ടിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ്. റാണ പ്രതാപ് അന്തരിച്ച വർഷം 1597. ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ശിങ്കാരവേലു ചെട്ടിയാർ. BC 6-ാം ശതകത്തിൽ ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന മഹാജനപദങ്ങളുടെ എണ്ണം 16. ഏത് വംശത്തിലെ രാജാവായിരുന്നു അജാതശത്രു? ഉത്തരം ഹരിയങ്ക. BC 6-ാം ശതകത്തിൽ ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലം മഗധ. സാഗരം രചിച്ചത് സൂർദാസ്. രാമചരിതമാനസം, വിനയപത്രിക എന്നിവ രചിച്ചത് തുളസീദാസ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന നഗരം ഷിംല. പുരാണങ്ങളുടെ എണ്ണം 18. പുരുഷ സൂക്ത ഏത് വേദത്തിന്റെ ഭാഗമാണ്? ഉത്തരം ഋഗ്വേദം. ഭഗവത്ഗീതയുടെ അധ്യായങ്ങളുടെ പേര് യോഗം. അടിമവംശ സ്ഥാപകൻ കുത്തുബുദ്ദീൻ ഐബക്ക്. ഗുജറാത്ത് കീഴടക്കിയതിന്റെ സ്മരണയ്ക്ക് അക്ബർ നിർമ്മിച്ചത് ബുലന്ദ് ദർവാസ. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരം കൊൽക്കത്ത. ലക്ഷഭക്ഷ അഥവാ ലക്ഷം ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താൻ കുത്തുബുദ്ദീൻ ഐബക്ക്. ആരുടെ അടിമയായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്? ഉത്തരം മുഹമ്മദ് ഗോറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് വിസ്കൗണ്ട് പാൽമർ സ്റ്റോൺ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. ഗിൽജി സുൽത്താൻമാർ ഏത് വംശജരായിരുന്നു? ഉത്തരം തുർക്കി. ഗാന്ധിജിക്ക് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഉത്തരം ഹെൻറി ഡേവിഡ് തോറ. ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യയുടെ ആദ്യ ലക്കം ഇറങ്ങിയത് 1919. ബുദ്ധമതാനുയായി തീർന്ന ഭാരത ചക്രവർത്തി അശോകൻ. ഏറ്റവും പ്രസിദ്ധനായ ലോധി സുൽത്താൻ സിക്കന്ദർ ലോധി. ആഗ്ര നഗരം സ്ഥാപിച്ചത് സിക്കന്ദർ ലോധി. സുൽത്താനേറ്റിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയത് സിക്കന്ദർ ലോധി. ഇന്ത്യയിൽ 1946 സെപ്റ്റംബർ 2 രൂപവത്കരിക്കപ്പെട്ട ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്ന വർഷം 1857. ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന സ്ഥലം പാടലീപുത്രം. ബുദ്ധമതത്തെ ലോകമതമാക്കി വളർത്തിയ മൗര്യ ചക്രവർത്തി അശോകൻ. ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം ലോധി. ത്രിരത്നങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജൈനമതം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് 6-ാമൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലായിരുന്നത് ലേബർ പാർട്ടി. ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിമാർ ബാബറും ജഹാംഗീറും. മുഗൾ ചക്രവർത്തിമാരിൽ സാഹിത്യത്തിൽ അഭിരുചി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബാബർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഏത് ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ടോക്കൺ കറൻസി നടപ്പിലാക്കിയത്? ഉത്തരം ചെമ്പ്. ഒരു കറൻസിയെ ടോക്കൺ കറൻസി എന്ന് വിളിക്കുന്നത് എപ്പോൾ? ഒരു കറൻസിക്ക് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പദാർത്ഥത്തെക്കാൾ മൂല്യമുണ്ടെങ്കിൽ. ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച വർഷം 1948 ജനുവരി 18. 1930 ഓഗസ്റ്റിൽ നാഗ്പൂരിൽ പിന്നാക്ക വിഭാഗക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിച്ചത് BR അംബേദ്കർ. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാർ യാന്താവോ കരാർ. സേനാ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് വിജയസേനൻ. ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് മിർ കാസിം. 5-ാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? ഉത്തരം 18. അജ്മീരിൽ അർഹായി ദിൻ കോ ജോൻപര പണി കഴിപ്പിച്ചത് കുത്തുബുദ്ദീൻ ഐബക്ക്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തുബുദ്ദീൻ ഐബക്ക്. ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണോപനിഷത്ത്. വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാംഗം നിരുക്തം. ഇന്ത്യയിലെ അലക്സാണ്ടർ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ചത് അലാവുദ്ദീൻ ഖിൽജി. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിന്റെ വക്താക്കളായ
ഉലമകൾ എന്ന പണ്ഡിത സമൂഹത്തിന്റെ ഉപദേശങ്ങൾ അവഗണിച്ച ആദ്യത്തെ ഡൽഹി സുൽത്താൻ? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി. ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവാരിക ആരംഭിച്ചത് BR അംബേദ്കർ. നീലം കൃഷിക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ഗാന്ധിജി 1910 ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. നിയമ പഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങൾ ബോംബെയും രാജ്കോട്ടിലും. നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. ഏത് വംശത്തിന് ശേഷമാണ് സേനന്മാർ ബംഗാളിൽ അധികാരത്തിൽ വന്നത്? ഉത്തരം ബംഗാൾ. മോഹൻജൊദാരോ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്ന്. ലോഥൽ കണ്ടെത്തിയത് SR റാവു. 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥി പട്ടാഭി സീതാരാമയ്യ. നരേന്ദ്രനാഥ് ദത്ത എന്ന ബാല്യകാല നാമമുള്ള സ്വാമി വിവേകാനന്ദന് ആദ്യമിട്ട പേര് വീരേശ്വർ ദത്ത. പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ് ബാനർജി. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവചര്യയായി സ്വീകരിക്കാൻ തീരുമാനിച്ച വർഷം 1906. ശിവജി ജനിച്ച സ്ഥലം ശിവനേർ. ശിവജിയുടെ പിതാവ് ഷാജി ബോൺസ്ലെ. സേവാഗ്രാം പദ്ധതി ആവിഷ്കരിച്ചത് മഹാത്മാഗാന്ധി. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. സേവാദൾ രൂപവൽക്കരിച്ച സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. സംഘകാല കൃതികളുടെ മുഖ്യപ്രമേയം പ്രണയം, യുദ്ധം. തമിഴ് കവിതകളിലെ ഒഡീസി എന്നറിയപ്പെടുന്ന കാവ്യം മണിമേഖല. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റു. മറാത്ത വംശമായ സിന്ധ്യ എവിടെയാണ് ഭരിച്ചത്? ഉത്തരം ഗോളിയോർ. ശിവജി ജനിച്ച വർഷം 1627. തമിഴ് ദേശത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ. ശിവജിയുടെ മാതാവ് ജീജാബായ്. മറാത്ത മാക്യവല്ലി എന്നറിയപ്പെട്ടത് ബാലാജി വിശ്വനാഥ്. ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ദാദാജി കോണ്ഡദേവ്. ശിവജിയുടെ ആത്മീയ ഗുരു രാംദാസ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം നേടുക. പാലവംശത്തിലെ ധർമ്മപാലനെ പരാജയപ്പെടുത്തിയ രാഷ്ട്രകൂട വംശജൻ ധ്രുവൻ. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച സ്ഥലം കട്ടക്ക്. സുംഗവംശ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നത് വിദിശ. സുംഗവംശം സ്ഥാപിച്ചത് പുഷ്യമിത്ര സുംഗൻ. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഉത്തരം ദാദാഭായ് നവറോജി. സംഘകാലത്തെ പാണ്ഡ്യ രാജാക്കന്മാരിൽ ഏറ്റവും പരാക്രമി നെടുഞ്ചെഴിയൻ. പാലവംശം സ്ഥാപിച്ചത് ഗോപാല. രാഷ്ട്രകൂട വംശം സ്ഥാപിച്ചത് ദന്തി ദുർഗൻ. ഏത് രാജാവിന്റെ കാലത്താണ് ശകവർഷം ആരംഭിച്ചത്? ഉത്തരം കനിഷ്കൻ. ട്രാൻ ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ. ട്രാൻ ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം സോനാർ. ഗവോൺ പെഷ്വാൻ. ഷേർഷയുടെ പിൻഗാമി ഇസ്ലാം ഷാ.